നമസ്കാരം. വളരെ സജീവമായി കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലെയും 2 നിയമസഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും വളരെ ശക്തമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനിടയിൽ ദേശീയ തലത്തിലുണ്ടായ ചില അത്യപൂർവ സംഭവങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള ചർച്ച കേരളത്തിലെ മാധ്യമങ്ങളിലും കേരളത്തിലെ പൊതുസമൂഹത്തിനുമിടയിൽ ഉണ്ടായില്ല. കേരളത്തിൻ്റെ പൊതുബോധം എന്ന് പറയുന്നത് BJPക്കെതിരായിട്ടുള്ളതാണ്. അത് തന്നെയാണ് BJP വിജയിക്കും എന്നവർ 100% വിജയിച്ച് സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ആ പാർട്ടിക്കും ആ പാർട്ടി നേതൃത്വം നൽകുന്ന മുന്നണിക്കുമുണ്ടായ ദയനീയ പരാജയം. പക്ഷെ മഹാരാഷ്ട്രയിൽ, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക കേന്ദ്രം എന്നറിയപ്പെടുന്ന മഹാരാഷ്ട്ര, ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വൃത്തിയുടെയും കച്ചവടത്തിൻ്റെയും നാടായിട്ടുള്ള മഹാരാഷ്ട്രയിൽ അതിദയനീയമായിട്ടുള്ളൊരു പരാജയം ഇന്ത്യ മുന്നണിയെ തുറിച്ചു നോക്കി എന്നുള്ളതൊരു സത്യമാണ്. 288 നിയമസഭാ സീറ്റുകളിൽ വെറും 46 സീറ്റ് മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് മഹാരാഷ്ട്രയിൽ നേടാൻ സാധിച്ചത്. യഥാർത്ഥത്തിൽ ഈ ഒരു സീറ്റിലേക്ക് എത്തുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമായി തന്നെ ഇന്ത്യൻ ജനാധിപത്യം അതിനെ കാണുകയാണ്. 2019 48 ലോക്സഭാ മണ്ഡലങ്ങളിൽ 42 സീറ്റും BJP നേതൃത്വത്തിൽ സ്വന്തമാക്കിയ മണ്ണാണ് മഹാരാഷ്ട്ര. പക്ഷെ തൊട്ടടുത്ത് നടന്ന, അതായത് 4 മാസം മുൻപ് നടന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആ പാർട്ടി മത്സരിച്ച 17 സീറ്റിൽ 13 സീറ്റും നേടിയെടുത്ത ഒരു സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. എന്ന് മാത്രമല്ല, മൊത്തത്തിൽ ഏകദേശം 31 സീറ്റുകൾ, അതായത് 48-ൽ 31 സീറ്റുകൾ നേടി ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും ശക്തി ദുർഗമായി നിന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ് മഹാരാഷ്ട്ര. 4 മാസത്തിന് ശേഷം ഇത്രയും ദയനീയമായ ഒരു പരാജയം ഇന്ത്യ മുന്നണിയെ തുറിച്ചു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് രാഷ്ട്രീയ പരാജയമാണോ, അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ച പരാജയമാണോ, ജനങ്ങൾ വോട്ട് ചെയ്തതിൻ്റെ പേരിലുണ്ടായ പരാജയമാണോ എന്ന് ശക്തമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ പരാജയത്തിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിന്ന് കോൺഗ്രസിന്റെ നേതൃത്വം പോലും അതിശക്തമായിട്ടുള്ള പ്രതികരണം നടത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നൊരു പക്ഷേ നമുക്ക് കാണേണ്ടി വരും. അവിടെ ചുമതലയുള്ള ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഇന്നത്തെ പ്രതികരണം വളരെ ഷോക്കിംഗ് ആയി ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം മാറിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ നടന്നിരിക്കുന്നത് ഒരു ജനാധിപത്യപരമായിട്ടുള്ള പരാജയമല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം നിലവിൽ വന്നതിന് ശേഷം വ്യാപകമായിട്ടുള്ള പരാതികൾ ഘട്ടം ഘട്ടമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനെ പലയാവർത്തി സന്ദർശിച്ചും പരാതി നൽകിയും മുന്നോട്ട് പോയപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ അതിനെ പുച്ഛിച്ചു തള്ളുന്ന ഒരു സമീപനമുണ്ടായി. ഇപ്പൊ ഏറ്റവും അവസാനമായി ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിലെ ഇലക്ട്രോണിക് മിഷനുമായി ബന്ധപ്പെട്ട വ്യാപകമായിട്ടുള്ള ചർച്ച നടന്നു. പല ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലും 99% ബാറ്ററി ചാർജ് ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത വെച്ചാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി പരാതി നൽകിയത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അതിന് ഒരു വിലയും നൽകാതെ അതിനെ പുച്ഛിച്ചു തള്ളുന്ന ഒരു സമീപനം നമ്മൾ കണ്ടു. ഇന്ന് മഹാരാഷ്ട്രയിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇത് യഥാർത്ഥത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഒരു വിജയമല്ല. അപ്പൊ സ്വാഭാവികമായും ആളുകൾ തിരിച്ചു ചോദിക്കാൻ ഇടയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, മഹാരാഷ്ട്രയിൽ BJP നേതൃത്വത്തിലുള്ള മുന്നണി വിജയിക്കുമ്പോൾ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി വിജയിച്ചില്ലേ എന്നുള്ളതാണ്. ഈ ചോദ്യമാണ് വളരെ പ്രസക്തമായി, വളരെ കൗതുകത്തോടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ജമ്മു കശ്മീരിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ ഒരു സ്റ്റേറ്റായ ഹരിയാന BJP നേതൃത്വം സ്വന്തമാക്കുന്നു. താരതമ്യേന ചെറിയ സ്റ്റേറ്റ് ആയിട്ടുള്ള
ജമ്മു കശ്മീർ ഇന്ത്യ മുന്നണിക്ക് നൽകുന്നു. ഇവിടെയും അത് തന്നെ ആവർത്തിക്കുകയാണ്. മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റായി നിലനിൽക്കുന്ന മഹാരാഷ്ട്ര BJP നേതൃത്വം തൂത്തുവാരുകയും താരതമ്യേന ചെറിയ സ്റ്റേറ്റ് ആയിട്ടുള്ള ജാർഖണ്ഡ് ഇന്ത്യ മുന്നണിക്ക് നൽകുകയും ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് എക്സിറ്റ് പോളുകളാണ്. എക്സിറ്റ് പോളുകൾ എത്രത്തോളം അതിൻ്റെ സൂക്ഷ്മത വെച്ചു പുലർത്തുന്നു, എത്രത്തോളം വിശ്വാസ്യത നിലനിർത്തുന്നു എന്ന ചോദ്യം സ്വാഭാവികമായും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ എക്സിറ്റ് പോളുകളും 2 സ്റ്റേറ്റിലും BJPയുടെ മുന്നേറ്റം തന്നെയാണ്, അല്ലെങ്കിൽ BJP നേതൃത്വത്തിലുള്ള മുന്നണിയുടെ ഒരു മുന്നേറ്റമാണ് പ്രവചിച്ചത്. ആ പ്രവചിക്കുമ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് 100-ലധികം സീറ്റുകളുമായി ഇന്ത്യ മുന്നണി മഹാരാഷ്ട്രയിൽ ഉണ്ടാകും, ഇഞ്ചോടിഞ്ച് പോരാട്ടം ജാർഖണ്ഡിലും ഉണ്ടാകും എന്ന രീതിയിലാണ്. പക്ഷേ ആ എക്സിറ്റ് പോളുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരു മത്സര വിജയമാണ് BJP മുന്നണിയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി ഉണ്ടായിരിക്കുന്നു എന്ന് അസന്നിഗ്ധമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാരണം മഹാരാഷ്ട്രയുടെ ഓരോ ഭൂപ്രദേശവും പരിശോധിച്ചാൽ അവിടെ ഏറ്റവും പ്രധാനമായി ശ്രീ ശരത് പവാർ, അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയിൽ ഒരു സീറ്റ് പോലും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞില്ല. അതുപോലെ ഉദ്ധവ് താക്കറയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്ക് പല സ്ഥലങ്ങളിലും അവിചാരിതമായിട്ടുള്ള പരാജയമുണ്ടായി. വലിയ വോട്ടുകൾക്ക് അവരുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്ന രീതിയിൽ, ആ മുന്നണി ആഗ്രഹിക്കുന്ന രീതിയിൽ മഹാരാഷ്ട്രയുടെ മണ്ണിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിലുള്ള നീക്കം എന്നല്ല, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു അട്ടിമറി മഹാരാഷ്ട്രയുടെ മണ്ണിൽ നടന്നിട്ടുണ്ടാകണം എന്നുള്ളത് ഉറപ്പാണ്. ഇതിപ്പോ നമ്മളൊരു കോൺഗ്രസിന് വേണ്ടി ചെയ്യുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വാർത്തയായതോ കൊണ്ടല്ല, മറിച്ച് ഇന്ത്യൻ ജനാധിപത്യം നിലനിന്നു പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു ശരാശരി പൗരന്റെ ആശങ്കയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഇനി ഇന്ത്യയിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോലും സാധിക്കുക എന്ന ആശങ്കാ നിർഭരമായിട്ടുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇതിനു മുൻപ് പരീക്ഷിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കുന്ന ബ്രിട്ടനിലും അമേരിക്കയിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടായി. അവസാനം അമേരിക്ക പരിപൂർണമായും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെ ബഹിഷ്കരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഏറ്റവും അടുത്താണ് ട്രംപ് അവിടെ വിജയിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടത് ബാലറ്റ് പേപ്പർ വഴി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമായിട്ടുള്ള ലോക പോലീസായി അറിയപ്പെടുന്ന അമേരിക്കൻ ജനാധിപത്യം പോലും ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് മുമ്പോട്ട് പോവുകയാണ്. വിയറ്റ്നാം ഉൾപ്പെടെയുള്ള മറ്റു നിരവധി രാജ്യങ്ങളും ഈ ആശങ്കയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സംശയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയം തന്നെ മാറ്റി നിർത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യം വളരെ വലുതാണ്. ഇന്ത്യൻ ഭൂപ്രദേശം വളരെ വലുതാണ്. ഗ്രാമീണ മേഖലകൾക്ക് പ്രാതിനിധ്യമേറെയുള്ള ഒരു മണ്ണാണ് ഇന്ത്യയുടേത് എന്ന് പറയുന്നത്. ആ ഇന്ത്യയിൽ ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുന്ന ആസേതു ഹിമാചലം വ്യാപിച്ചു നിൽക്കുന്ന വിവിധ സ്റ്റേറ്റുകൾ, ആ സ്റ്റേറ്റുകളിൽ ആവശ്യത്തിന് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം, തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന സമീപനം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൊള്ളുന്ന ഒരു സ്റ്റേറ്റ്, പല സ്ഥലങ്ങളിലും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന വോട്ടറെ പോലും പുറത്തു നിർത്തി മറ്റു ചില ആളുകൾ കയറി വോട്ട് ചെയ്യുന്ന എത്രയോ വീഡിയോകൾ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു രാജ്യം എന്നുള്ള രീതിയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വളരെ കർശനമായി നിരോധിക്കപ്പെടേണ്ട ഒരു രാജ്യമായി ഇന്ത്യ മാറുകയാണ്. സത്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു സുതാര്യത, ട്രാൻസ്പെറൻസി അത് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ ജനാധിപത്യം സൂക്ഷ്മമായി വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുന്നു എന്ന് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ഇന്ത്യയിലെ വോട്ടർമാർ
വിശ്വസിക്കണമെങ്കിൽ സ്വാഭാവികമായും ഒരു മാറ്റം ഈ രംഗത്തുണ്ടാവണം. മാറ്റത്തിന് തുടക്കം കുറിക്കാനുള്ള ഒരു മണ്ണായിട്ട് മഹാരാഷ്ട്രയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും ഉപയോഗിക്കണം. സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിലെല്ലാം നിരാശയുടെ, ഇനിയൊരു പ്രതീക്ഷയില്ലായ്മയുടെ വാക്കുകളും വാചകങ്ങളും നമ്മൾ കാണുകയാണ്. അത് അവസാനിപ്പിക്കുക തന്നെ വേണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും ഇന്ത്യയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, BJP വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആശങ്കപ്പെടുന്നത് പോലെ അപകടകരമായിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയ ഉണ്ടാകും. ആ പ്രക്രിയ വളരെ സൂക്ഷ്മമായി നടന്നു എന്ന് വിശ്വസിക്കത്തക്ക രീതിയിൽ തന്നെയാണ് മഹാരാഷ്ട്രയിലെ ഇപ്പോഴത്തെ ഈ ഒരു പാറ്റേൺ, അതുപോലെ തന്നെ വോട്ടിംഗ് പാറ്റേൺ നമ്മെ ബോധിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകാതെ പോയാൽ, അല്ലെങ്കിൽ ഈ ഒരു വിഷയം മുൻനിർത്തി മുന്നോട്ട് പോകാൻ കഴിയാതെ പോയാൽ വലിയ തിരിച്ചടി ഇന്ത്യയിൽ ഉണ്ടാകും. കാരണം ഇന്ത്യൻ ജനാധിപത്യമാണ് ഏറ്റവും പ്രധാനം. ആ ജനാധിപത്യം പോലും അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ആശങ്കയോടല്ലാതെ കാണാൻ സാധിക്കില്ല. ആ ആശങ്ക കൊടികുത്തി വാണിരിക്കുന്നു മഹാരാഷ്ട്രയിൽ എന്ന് അസന്നിഗ്ധമായി നമുക്കിപ്പോൾ പറയാൻ സാധിക്കും.